ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ 91-ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വായിക്കാനും പഠിക്കാനുള്ള ഭാഗങ്ങളിൽ ആദ്യത്തേത് ന്യായാധിപന്മാരുടെ പുസ്തകം 6, 7, 8 അധ്യായങ്ങളും റൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായവും സങ്കീർത്തനം 135-ാമത്തെ അധ്യായവുമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6, 7, 8 അധ്യായങ്ങൾ ഗിദയോൻ എന്ന് പറയുന്ന ന്യായാധിപൻ്റെ ചരിത്രമാണ്, കഥയാണ്. ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തേക്ക് വന്ന് താമസമാക്കിയപ്പോൾ കാനാൻ ദേശത്തുള്ള മറ്റു മനുഷ്യർ ഇസ്രായേൽക്കാരെ ആക്രമിക്കാനായിട്ട് തുടങ്ങുകയും ആ സമയത്ത് ഇസ്രായേൽക്കാരുടെ ഇടയിലുള്ള ചില നേതാക്കന്മാരെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു അവരുടെ രക്ഷയ്ക്കായി. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാരെയാണ് ന്യായാധിപന്മാരെന്ന് വിളിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ന്യായാധിപനാണ് ഗിദയോൻ എന്ന് പറയുന്ന വ്യക്തി. ആ സമയത്ത് ഇസ്രായേൽക്കാർക്ക് ഒത്തിരി ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുന്ന പ്രധാനമായിട്ട് മിദിയാൻകാരുടെ, അമലേക്യരുടെ, ഒപ്പം തന്നെ പൗരസ്ത്യ ദേശക്കാരുടെ. അപ്പോൾ ഈ മിദിയാൻകാരുടെ ആക്രമണം കൊണ്ട് ഇസ്രായേൽക്കാർ പൊറുതി മുട്ടിയപ്പോഴാണ് ഗിദയോൻ എന്ന് പറയുന്ന ന്യായാധിപനെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം മനാസെ ഗോത്രത്തിലെ അബിനേസർ വംശത്തിലെ യോവാഷിൻ്റെ മകനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഗിദയോൻ അവൻ മിദിയാൻകാരെ പേടിച്ച് ഈ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് പാറ്റുകയായിരുന്നു. അപ്പോഴാണ് ദൂതൻ വന്ന് അവനെ തിരഞ്ഞെടുക്കുന്നത്. നീ ഇസ്രായേലിന് വേണ്ടി പോരാടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഗിദയോൻ വളരെ എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ ഒഴിവാക്കണം, ഞാൻ മനാസെ ഗോത്രം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഏറ്റവും നിസ്സാരമായ ഗോത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗിദയോൻ മാറാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴൊക്കെ ഈ ദൈവദൂതൻ വന്ന് ഈ ഗിദയോനെ ശക്തിപ്പെടുത്തുകയാണ്. നീ അങ്ങനെ പറയരുത്, കാരണം ഞാൻ നിൻ്റെ കൂടെ വരും. അത് മാത്രമല്ല, നീ ഒറ്റയാളെ എന്ന പോലെ ഈ മിദിയാൻകാരെ കംപ്ലീറ്റ് ഓടിക്കും, നശിപ്പിക്കും എന്നൊക്കെ പറയുന്നത്. പിന്നീട് കംപ്ലീറ്റ് ഈ ഗിദയോൻ്റെ ചരിത്രമാണ് പറയുന്നത്. ഗിദയോൻ ദൈവദൂതൻ്റെ അടുത്ത് ചില അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. നീ ദൈവത്തിൻ്റെ ദൂതൻ തന്നെയാണെങ്കിൽ ഗിദയോൻ പറയുന്നു, അദ്ദേഹം അപ്പവും വീഞ്ഞൊക്കെ ഉണ്ടാക്കി പാറമേൽ വെക്കുന്നു, അത് ദഹിപ്പിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഈ അടയാള പ്രകാരം ഈ ദൈവദൂതൻ വടി നീട്ടി ഈ പാറമേൽ വെച്ച അപ്പവും വീഞ്ഞൊക്കെ ദഹിപ്പിച്ചെടുക്കുന്നു. അതോടുകൂടി ഗിദയോന് കുറേയും കൂടി ആത്മവിശ്വാസം ഉണ്ടാകുക. തുടർന്ന് പിന്നെ പറയുന്ന കാര്യം, ഈ ഗിദയോൻ അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഈ ബാലിൻ്റെയും അഷേരുടെയും പ്രതിഷ്ഠകളെ നശിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇസ്രായേലിൽ അന്ന് വിഗ്രഹ ആരാധന ഉണ്ടായിരുന്നു. അപ്പം മിദിയാൻകാർ ഇസ്രായേൽക്കാരെ ആക്രമിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽക്കാരുടെ വിഗ്രഹ ആരാധനയാണ്. അപ്പം ഗിദയോൻ ആദ്യം ചെയ്യുന്നത് ഒരു രാത്രി വന്ന് കാളക്കുട്ടിയെ കൊണ്ട് ഇടിപ്പിച്ച് ഈ ബാലിൻ്റെ പ്രതിഷ്ഠയും അതുപോലെ തന്നെ അഷേരയുടെ പ്രതിഷ്ഠയും, ബാലിൻ്റെ ബിംബവും അഷേരയുടെ പ്രതിഷ്ഠയും തകർക്കുന്നു. അതുകൊണ്ട് തന്നെ ഗിദയോന് സെറുബാബേൽ എന്നുള്ള ഒരു പേരും കൂടിയും ബൈബിളിൽ കൊടുക്കുകയാണ്, ബാലിനെ എതിർത്തവൻ, നശിപ്പിച്ചവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ പിന്നീട് ഈ ഗിദയോൻ മിദിയാൻകാരെ നശിപ്പിക്കാനായിട്ട് പോകുന്നതിൻ്റെ ഒരു നീണ്ട ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പറയുന്നത് എങ്ങനെയാണ്, ഇസ്രായേൽക്കാരുടെ ഇടയിൽ തന്നെ ഉള്ള ഒരു 10-25,000 ആൾക്കാരെ ഗിദയോൻ യുദ്ധത്തിന് വേണ്ടി പോകുകയാണ്, ആൾക്കാരെയും കൊണ്ടുവന്നു. ദൈവമായ കർത്താവ് പറയുന്നു, അത്ര ആൾക്കാരെ ആവശ്യമില്ല. അത്ര ആൾക്കാരെ കൊണ്ട് ഈ ഗിദയോൻ മിദിയാൻകാരെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടല്ല എന്ന് ഇസ്രായേൽക്കാർ തെറ്റിദ്ധരിക്കുമെന്നുള്ളതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കാനായിട്ട് ഗിദയോൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഗിദയോൻ പേടിയുള്ള കുറച്ച് പേര് വീട്ടിൽ പോകാൻ പറയുമ്പോൾ 10-15,000 പേര് തിരിച്ച് വീട്ടിൽ പോകുന്നു. വീണ്ടും കുറേ പേര് ബാക്കി നിൽക്കുന്നു. അവരെടുത്ത് ഒരു സെലക്ഷൻ മെത്തഡോളജി നടത്തുകയാണ്. അതിങ്ങനെയാണ്, ഈ വെള്ളം ജലാശയത്തിനവിടെ വെള്ളം ഈ ആൾക്കാരുടെ അടുത്ത് കുടിക്കാൻ പറയുന്നു. കുടിക്കുന്ന രീതി അനുസരിച്ച് 2 ഗണങ്ങളായിട്ട് ഈ ഗിദയോൻ അവർ തിരിക്കുന്നു. ചിലർ നായ്ക്കളെ പോലെ നക്കി കുടിക്കുന്നു, ചിലർ വെള്ളം കോരിയെടുത്ത് കുടിക്കുന്നു. അതിൽ നായ്ക്കളെ പോലെ നക്കി കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കോരിയെടുത്ത് നക്കി കുടിക്കുന്ന 300 പേരെ ഗിദയോൻ തിരഞ്ഞെടുക്കുകയാണ്. ഈ 300 പേരെ വെച്ചുകൊണ്ടാണ് ഗിദയോൻ പിന്നീട് യുദ്ധത്തിന് പോകുന്നു ഈ മിദിയാൻകാരുടെ അടുത്തേക്ക്. പറയുന്നതനുസരിച്ച് മിദിയാൻകാരെ പിന്നീട് ഗിദയോൻ കംപ്ലീറ്റ് നശിപ്പിക്കാമെന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഈ മിദിയാൻകാർ ഓടിപ്പോകുമ്പോൾ വീണ്ടും ഗിദയോൻ ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ വെളിപാട് തന്നെയാണെന്ന് ഉറപ്പാക്കാനായിട്ട് ചില അടയാളങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഗിദയോൻ തൻ്റെ കമ്പിളി വസ്ത്രം ഈ മെതിക്കളത്തിൽ ഗ്രൗണ്ടിൽ വിതയ്ക്കുന്നു. ആദ്യം പറയുന്നു, കർത്താവ് നീ തന്നെയാണെങ്കിൽ ഈ വസ്ത്രത്തിന് മഞ്ഞ് മൂടിയിരിക്കണം, മറ്റ് പ്രദേശത്ത് അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടത്ത് മഞ്ഞ് മൂടാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കുന്നു. വീണ്ടും ഗിദയോൻ മറ്റൊരടയാളം ആവശ്യപ്പെടുന്നു, ഈ വസ്ത്രം ഉണങ്ങിയിരിക്കണം, മറ്റെല്ലാവർക്കും മഞ്ഞ് മൂടണം എന്നൊക്കെ പറയുന്നു. ആ അടയാളവും അങ്ങനെ സംഭവിക്കുന്നു. അതോടുകൂടി ദൈവം തന്നെയാണ് തൻ്റെ അടുത്ത് പറയുന്നത് എന്നുള്ള ചിന്ത ഗിദയോന് വരുന്നു. യുദ്ധത്തിനായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ പറയുന്ന മിദിയാൻകാരെ അവൻ തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്ന കാര്യം ഇതാണ്, അപ്പോൾ മനാസെ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഗിദയോൻ. അതേസമയം ഇവർ യുദ്ധത്തിന് പോകുമ്പോൾ എഫ്രായിം ഗോത്രക്കാരെ വിളിക്കാത്തത് കൊണ്ട് എഫ്രായിം ഗോത്രക്കാർ ഗിദയോൻ്റെ അടുത്ത് പരാതി പറയുന്ന ചില ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ വീണ്ടും മറ്റ് 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരായ സേബയും സമുന്നയും
ഈ രണ്ട് ഗ്രൂപ്പിനെയും കൂടി അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ കൂടി രണ്ട് നേതാക്കന്മാരെ കൂടി മിദ്യാൻകാർ തന്നെയായിട്ടുള്ള ഗ്രൂപ്പുകളെ കൂടി ഗിദെയോൻ കൊല്ലുന്ന തോൽപ്പിക്കുന്ന ഭാഗമാണ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ. അതിന് പറയുന്നതനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അടയാളങ്ങളൊക്കെ ലഭിച്ച ഗിദെയോൻ ഈ സേബയെയും സമുന്നയെയും പിന്തുടർന്ന് ആക്രമിക്കുകയും തോൽപ്പിക്കുകയും പിന്നീട് തൻ്റെ തന്നെ ഏറ്റവും ഇളയ പുത്രനെ കൊണ്ട് യാദേറിനെ കൊണ്ട് അവരെ കൊല്ലാനായിട്ട് പറയുന്നു. പക്ഷേ യാദേർ കൊച്ചു കുഞ്ഞായതുകൊണ്ട് അവന് പെട്ടെന്ന് വാളൂരി കൊല്ലാൻ മടി കാണിക്കുമ്പോൾ ഈ ഗിദെയോൻ തന്നെ അവരെ കൊന്നു കളയൊക്കെ ചെയ്യുന്ന ഭാഗമാണ്. പിന്നീട് പറയുന്നത് ഗിദെയോനാണ് ഒരു 40 വർഷത്തോളം പിന്നീട് ഇസ്രായേലിലെ ന്യായാധിപനായിട്ട് ഭരണം നടത്തുന്നത്. അതേസമയം അദ്ദേഹം ഇസ്രായേലിലുള്ള ചില തിന്മകളെ അത് നശിപ്പിക്കാൻ തീർത്ത് കളയാൻ, പ്രത്യേകിച്ച് വിഗ്രഹാരാധനയെ തീർത്ത് കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പറയുന്നതനുസരിച്ച് ഗിദെയോന് ധാരാളം പുത്രന്മാർ 70ഓളം പുത്രന്മാരുണ്ടായിരുന്നു, ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അതിൻ്റെ അവസാനത്തെ എത്തിക്കുമ്പോൾ ഈ ഗിദെയോൻ്റെ ഒരു അബിമലേക്ക് എന്ന് പറയുന്ന പുത്രൻ്റെ, അപ്പോൾ ഗിദെയോൻ 40 വർഷത്തോളം മരിക്കുന്നു, 40 വർഷത്തോളം ഇസ്രായേലിനെ ഭരിക്കുന്നു, പിന്നീട് അദ്ദേഹം മരിക്കുന്നു, പിന്നീട് അദ്ദേഹത്തിന് 10-70ഓളം പുത്രന്മാരുണ്ട്. അതിൽ അബിമലേക്ക് എന്ന് പറഞ്ഞ പുത്രൻ്റെ പേര് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഭാഗം അങ്ങോട്ട് അവസാനിപ്പിക്കുന്നത്. പിന്നീട് ഗിദെയോന് ശേഷം കുറച്ച് നാൾ ഇസ്രായേലിനെ ഭരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ അബിമലേക്ക് എന്ന് പറഞ്ഞ ഗിദെയോൻ്റെ പുത്രന്മാരിൽ ഒരാളാണ്. ചുരുക്കി പറഞ്ഞാൽ 6, 7, 8 അധ്യായങ്ങൾ ഗിദെയോൻ്റെ നേതൃത്വത്തിലുള്ള യുദ്ധമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇസ്രായേലിൻ്റെ ഇടയിലുള്ള ചില വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള ചില സൂചനകളും ഗിദെയോൻ അത് നശിപ്പിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളുമാണ് പറയുന്നത്. പ്രത്യേകിച്ച് മെദിയാൻകാരെയാണ് ഗിദെയോൻ തോൽപ്പിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് റൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായമാണ്. അതായത് റൂത്തിന് നമുക്കറിയാം മൊവാബുകാരിയായ സ്ത്രീയായ നവമിയുടെ മരുമോളാണ് റൂത്ത്. അപ്പോൾ റൂത്തിൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ നവമിയും റൂത്തും കൂടി സ്വന്തം ദേശമായ ബെത്ലഹേമിൽ എത്തുകയാണ്. അവിടെ വെച്ച് ഈ ബോവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അത് നവമി ഈ ബോവാസ് ചെറുപ്പക്കാരൻ്റെ ഈ കർഷക സ്ഥലത്തേക്ക് മെതിക്കളത്തിലേക്ക് റൂത്തിനെ കാല പറക്കാനൊക്കെ ഇടുന്നു. ഈ നവമി തന്നെ പറയാണ് അവൾക്ക് വേറെ മകനില്ലാത്തത് കൊണ്ട് റൂത്തിനെ കല്യാണം കഴിക്കാൻ ബോവാസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ചില സൂത്രം നവമി പറഞ്ഞു കൊടുക്കുകയാണ്. നീ യജമാനൻ്റെ മെതിക്കളത്തേക്ക് പോയി അവിടെ യജമാനൻ ഉറങ്ങുമ്പോൾ അവൻ്റെ പുതപ്പിൻ്റെ ചൂട് പറ്റി കാലിൻ്റെ അടുത്ത് കിടക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ റൂത്ത് ഈ ബോവാസിൻ്റെ മെതിക്കളത്തിലേക്ക് പോയി അദ്ദേഹത്തിനോടൊപ്പം ഈ കാലിൻ്റെ അടുത്ത് പുതപ്പിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നു എന്നൊക്കെ പറയുന്നു. രാത്രി ബോവാസ് ഞെട്ടി ഉണരുന്നു. നീ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ റൂത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബോവാസ് പറയുന്ന കാര്യം ഇത്രയാണ്: ഓക്കെ, നീ വേറെ ആരുടെയും പോകാണ്ട് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് നീ അനുഗ്രഹിക്കപ്പെട്ടവളാട്ടെ, നീ നല്ലവളാണെന്ന് എനിക്കറിയാം. പക്ഷെ നിനക്ക് വേറെ ഒരു ഏറ്റവും അടുത്ത എന്നെക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ കൂടി ബന്ധു കൂടി നിനക്കുണ്ട്. അദ്ദേഹം നിന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഞാൻ നിന്നെ സ്വീകരിക്കാമെന്ന് ഈ റൂത്തിനടുത്ത് ബോവാസ് ആണയിട്ട് പറയുന്ന സംഭവമാണ്. റൂത്താണ് പിന്നീട് റൂത്തിൽ നിന്നാണ് ഒബദിൽ നിന്നാണ് ജെസയുടെ മകനാണ് ദാവീദ്. അപ്പോൾ ദാവീദിൻ്റെ പിന്തുടർച്ചയാണ് ബോവാസിൻ്റെയും റൂത്തിൻ്റെയും മക്കൾ എന്ന് ഓർക്കുക. അതാണ് രണ്ടാമത്തെ ഭാഗം. കഥ പോലെ വായിച്ചാൽ മതി. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തന പുസ്തകം 115-ാം അധ്യായമാണ്. അത് വളരെ രസകരമായിട്ട് സങ്കീർത്തകൻ ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറയുന്നത്. എന്തിനാണ് ദൈവത്തെ സ്തുതിക്കണേ? ദൈവം ഇസ്രായേലിന് ചെയ്ത നന്മകളെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തന ഭാഗമാണ് ആദ്യ ഭാഗം. പക്ഷെ അതിൻ്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ ഈ ആദ്യം നമ്മൾ വായിച്ച ഗിദെയോൻ്റെ കഥയിലുള്ളൊരു അപകടം, ഗിദെയോൻ്റെ കഥയിൽ പറയാതെ വിട്ടുപോയൊരു ഭാഗം, ഈ മിദ്യാൻകാരെയൊക്കെ തോൽപ്പിച്ച് കഴിയുമ്പോൾ, ഈ സേബയും സമുന്നയൊക്കെ തോൽപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്ന അപകടം, ഈ ഗിദെയോൻ ഇസ്രായേൽക്കാരുടെ അടുത്ത് ഇസ്രായേൽക്കാർ തങ്ങളെ ഭരിക്കാൻ പറയുമ്പോൾ ഗിദെയോൻ ഞാനല്ല ദൈവമായ കർത്താവാണ് നിങ്ങളെ ഭരിക്കുക എന്നൊക്കെ പറയുന്നു. പിന്നീട് അവരുടെ ഇസ്രായേൽക്കാരുടെ ഈ കുണ്ടലങ്ങൾ, അതായത് ഈ സ്വർണത്തിൻ്റെ ഈ കമ്മലുകൾ വാങ്ങിച്ചെടുക്കുകയും ആ സ്വർണം ഉരുക്കി ഒരു ഏഫോദ് നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് ഇസ്രായേൽക്കാർ ഈ ഏഫോദിനെ ആരാധിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നൊരു അപകടമുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ സൂചിപ്പിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. അതായത് ഇസ്രായേൽക്കാർ വിഗ്രഹാരാധനയ്ക്ക് പോകുന്നു എന്നതിന് ചില സൂചനകളാണ്. അതായത് ഈ വിഗ്രഹ ആരാധനയ്ക്ക് വിഗ്രഹത്തെക്കുറിച്ച് പറയുന്നത് അതിന് കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, ചെവിയുണ്ട് അത് കേൾക്കുന്നില്ല, വായുണ്ട് അത് ശ്വസിക്കുന്നില്ല. ഈ വിഗ്രഹം പോലെ തന്നെയാണ് അതുണ്ടാക്കിയവരും അതിനെ ആരാധിക്കുന്നവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തന ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽക്കാരുടെ വിഗ്രഹാരാധനയുടെ ആ ഒരു തിന്മയെ സൂചിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ കൂടിയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ 135-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ ഭാഗങ്ങൾ വായിക്കാം. താങ്ക് യു. അധ്യായം 6. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മിദ്യാൻകാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ മിദ്യാൻകാരും അമലേക്കരും പൗരസ്ത്യരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലും ആയി വെട്ടുക്കിളികളെ പോലെ
സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. മിദിയാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന്, ദാസ്യഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ തുരത്തി. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്. എന്നാൽ എന്റെ വാക്ക് നിങ്ങൾ വകവച്ചില്ല. അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിന്റെ ഓക്കുമരത്തിന് കീഴിൽ ഇരുന്നു. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഗിദെയോൻ ചോദിച്ചു, പ്രഭു, കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിനെ മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എന്റെ വംശം ഏറ്റവും ദുർബലമാണ്. എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒറ്റയാളെ എന്ന പോലെ മിദിയാൻകാരെ നീ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു, അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരടയാളം തരണം. ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ. ഞാൻ എന്റെ കാഴ്ച തിരുമുൻപിൽ കൊണ്ടുവരട്ടെ. അവിടുന്ന് പറഞ്ഞു, നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. ഗിദെയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഒരു ഏഫാ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവുമുണ്ടാക്കി. മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിന് കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു. ദൈവദൂതൻ പറഞ്ഞു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവുമെടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിന്മേൽ ഒഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു. ദൂതൻ അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന് ഗിദെയോന് അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഗിദെയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. അതിന് യാഹുവേ ഷലോം എന്നു പേരിട്ടു. അബിയേസർ വംശജരുടെ ഓഫ്രായിൽ അത് ഇന്നുമുണ്ട്. ആ രാത്രി കർത്താവ് അവനോട് കൽപ്പിച്ചു, നിന്റെ പിതാവിന്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക. അവനുണ്ടാക്കിയിട്ടുള്ള ബാലിന്റെ യാഗപീഠം ഇടിച്ചു നിരത്തുകയും അതിന്റെ സമീപത്തുള്ള അഷേരാ പ്രതിഷ്ഠ വെട്ടിവീഴ്ത്തുകയും ചെയ്യുക. ഈ ദുർഗത്തിന്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി നിന്റെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക. വെട്ടിവീഴ്ത്തിയ അഷേരാ പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ആ രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക. ഗിദെയോൻ വേലക്കാരിൽ 10 പേരെയും കൂട്ടി പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. എന്നാൽ അവന്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകലല്ല രാത്രിയാണ് അത് ചെയ്തത്. അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിന്റെ യാഗപീഠം തകർത്തിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അഷേരാ പ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതിയതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു. ആരാണിത് ചെയ്തത്? അവർ പരസ്പരം ചോദിച്ചു. അന്വേഷണത്തിൽ യോവാഷിന്റെ പുത്രനായ ഗിദെയോനാണ് അത് ചെയ്തത് എന്ന് തെളിഞ്ഞു. അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു, നിന്റെ മകൻ ബാലിന്റെ യാഗപീഠം ഇടിച്ച് നശിപ്പിച്ചു. അടുത്തുള്ള അഷേരയെ വെട്ടിവീഴ്ത്തി അവനെ ഇവിടെ കൊണ്ടുവരിക.
അവൻ മരിക്കണം. തനിക്കെതിരായി അണിനിരുന്നവരോട് യോവാഷ് ചോദിച്ചു, നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ? അവനു വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും. അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ. അവന്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജെറുബ്ബാൽ എന്ന് അവന് പേര് ലഭിച്ചു. മിദിയാൻകാരും അമലേക്യരും പൗരസ്ത്യരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് ജസ്രയേൽ താഴ്വരയിൽ താവളമടിച്ചു. കർത്താവിന്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. മനാസെ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു. തന്നോട് ചേരാൻ അവരെ വിളിച്ചു. അങ്ങനെ തന്നെ ആഷേർ, സെബുലൂൺ, നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചു. അവരും വന്നു ചേർന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എന്റെ കൈയാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ, ആട്ടിൻ രോമം കൊണ്ടുള്ളൊരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു. അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കോപം എന്റെ നേരെ ജ്വലിക്കരുതേ. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ. അത് ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുതുള്ളി വീണതായും കാണട്ടെ. ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞു വരുന്നു. അധ്യായം 7. ജെറുബ്ബാലും ഗിദെയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് ഹാരോദ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ചു. മിദിയാന്റെ താവളം വടക്ക് മോറിയാക്കുന്നിന്റെ താഴ്വരയിലായിരുന്നു. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ പ്രാപിച്ചുവെന്ന് ഇസ്രായേൽ എന്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കും. അതുകൊണ്ട് ഭയന്ന് വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പൊയ്ക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം. ഗിദെയോൻ അവരെ പരിശോധിച്ചു. 20,000 പേർ തിരിച്ചുപോയി, 10,000 പേർ ശേഷിച്ചു. കർത്താവ് വീണ്ടും ഗിദെയോനോട് പറഞ്ഞു, ജനങ്ങൾ ഇപ്പോഴും അധികമാണ്. അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ വെച്ച് ഞാൻ അവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ വരട്ടെ. ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരേണ്ട. ഗിദെയോൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം. മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക. കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കിക്കുടിച്ചവർ 300 പേരായിരുന്നു. മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, വെള്ളം നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. മിദിയാൻകാരെ നിന്റെ കയ്യിലേൽപ്പിക്കും. മറ്റുള്ളവർ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ. അവർ ജനത്തിൽ നിന്ന് കാഹളങ്ങളും ഭരണികളും ശേഖരിച്ചു. 300 പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേല്യരെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു. അവർക്ക് താഴെ താഴ്വരയിലായിരുന്നു മിദിയാൻകാരുടെ താവളം. ആ രാത്രിയിൽ കർത്താവ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക. ഞാനത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്നാൽ താഴേക്കിറങ്ങിച്ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ ഭൃത്യൻ പൂരായെ കൂടി കൊണ്ടുപോവുക. അവൻ പറയുന്നത് നീ കേൾക്കുക. അപ്പോൾ താവളത്തിനെതിരെ നീങ്ങാൻ നിനക്ക് കരുത്തും. ഭൃത്യനായ പൂരായോടുകൂടെ ആയുധധാരികളായ ശത്രുഭടന്മാരുടെ പുറം താവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. മിദിയാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ വെട്ടുക്കിളികൾ പോലെ അസംഖ്യമായിരുന്നു. അവരുടെ ഒട്ടകങ്ങൾ കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. മിദിയാൻകാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയപ്പം ഉരുണ്ടുരുണ്ടു വന്ന് കൂടാരത്തിന്മേൽ തട്ടി. കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലം പരിചായി. അവന്റെ സ്നേഹിതൻ പറഞ്ഞു, ഇത് ഇസ്രായേലിനായ യോവാഷിന്റെ പുത്രൻ ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. അവന്റെ കൈകളിൽ ദൈവം മിദിയാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു. സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിദെയോൻ ദൈവത്തെ വണങ്ങി. അവൻ ഇസ്രായേലിന്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞു,
എഴുന്നേൽക്കുവിൻ. കർത്താവ് മിദിയാൻ സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ ആ 300 പേരെ 3 ഗണമായി തിരിച്ചു. അവരുടെ കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്നെ നോക്കുവിൻ, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുവിൻ. പാളയത്തിന്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം. ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിദെയോനും വേണ്ടിയെന്ന് ഉദ്ഘോഷിക്കണം. മധ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അതിർത്തിയിലെത്തി. അവർ കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. 3 ഗണങ്ങളും കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു. ഇടത്തു കൈയിൽ പന്തവും വലത്തു കൈയിൽ കാഹളവും പിടിച്ചു. കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ എന്ന് അവർ ആർത്തു വിളിച്ചു. താവളത്തിനു ചുറ്റും ഓരോരുത്തരും താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു. ശത്രുസേന ഓടിപ്പോയി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ 300 കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ തന്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട് വെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു. പട്ടാളം സെരേറ ലക്ഷ്യമാക്കി ബത്ഷിത്ത വരെയും തബാത്തിൽ കൂടി അബൽ മെഹോലയുടെ അതിരുവരെയും ഓടി. നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ മിദിയാൻകാരെ പിന്തുടർന്നു. ഗിദെയോൻ എഫ്രായിം മലനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ചു പറഞ്ഞു, മിദിയാൻകാർക്കെതിരെ ഇറങ്ങി വരുവിൻ. ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കുവിൻ. എഫ്രായിംകാർ ഒരുമിച്ചുകൂടി ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി. മിദിയാനെ പിന്തുടരവേ ഓറബ്, സേബ് എന്നീ മിദിയാൻ പ്രഭുക്കളെ അവർ പിടികൂടി. ഓറബിനെ ഓറബ് ശിലയിൽ വെച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെ വെച്ചും കൊന്നുകളഞ്ഞു. ഓറബിന്റെയും സേബിന്റെയും തലകൾ അവർ ജോർദാന്റെ അക്കരെ ഗിദെയോന്റെ അടുത്ത് കൊണ്ടുചെന്നു. അധ്യായം 8. എഫ്രായിംകാർ ഗിദെയോനോട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? മിദിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? അവർ അവനെ നിഷ്കരണം കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം. എഫ്രായിമിലെ കാലാപിറുക്കൽ അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം. മിദിയാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു. നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം. ഇത് കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചു. നന്നേ ക്ഷീണിച്ചിരുന്നിട്ടും ഗിദെയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന 300 പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നു. സുക്കോത്തിലെ ജനങ്ങളോട് അവൻ പറഞ്ഞു, ദയവായി എന്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ. അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദിയാൻ രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ്. സുക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചു, സേബായും സൽമുന്നായും നിന്റെ കയ്യിൽപ്പെട്ടു കഴിഞ്ഞു. എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ഗിദെയോൻ പറഞ്ഞു, ആകട്ടെ, സേബായെയും സൽമുന്നായെയും കർത്താവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചിന്തിക്കീറും. അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് പോയി. അവരോടും അപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു. എന്നാൽ അവരും സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി. അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞു, വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും. സേബായും സൽമുന്നായും 15,000-ഓളം ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്നു. പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരാണ് അവർ. യുദ്ധം ചെയ്തവരിൽ 1,20,000 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗിദെയോൻ നോബാഹിനും യോഗ്ബേയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചു. സേബായും സൽമുന്നായും പലായനം ചെയ്തു. ഗിദെയോൻ അവരെ പിന്തുടർന്ന് പിടിച്ചു. പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി. അനന്തരം യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ പടക്കളത്തിൽ നിന്ന് ഹേറസ് കയറ്റം വഴി മടങ്ങി. വഴിയിൽ അവൻ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു. അവൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര് എഴുതിക്കൊടുത്തു. ഗിദെയോൻ സുക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ഇതാ സേബായും സൽമുന്നായും. ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുന്നായും നിന്റെ കൈകളിൽ അകപ്പെട്ട് കഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു. അവൻ പെനുവേൽ ഗോപുരം തകർത്ത്
നഗരവാസികളെ കൊന്നൊടുക്കി. ഗിദെയോൻ സേബായോടും സൽമുന്നായോടും ചോദിച്ചു, താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ? അവർ മറുപടി പറഞ്ഞു, നിന്നെപ്പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും. അവർ രാജകുമാരന്മാർക്ക് സദൃശ്യരായിരുന്നു. അവൻ പറഞ്ഞു, അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു, എൻ്റെ അമ്മയുടെ പുത്രന്മാർ. കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. തന്റെ ആദിജാതനായ യഥറിനോട് ഗിദെയോൻ പറഞ്ഞു, എഴുന്നേറ്റ് അവരെ കൊല്ലുക. എന്നാൽ ആ യുവാവ് വാളൂരിയില്ല. നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. അപ്പോൾ സേബായും സൽമുന്നായും പറഞ്ഞു, നീ തന്നെ ഞങ്ങളെ കൊല്ലുക. ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവന്റെ ബലവും. ഗിദെയോൻ അവരെ വധിച്ചു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവനെടുത്തു. ഇസ്രായേൽ ജനം ഗിദെയോനോട് പറഞ്ഞു, നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. നീ ഞങ്ങളെ മിദിയാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. ഗിദെയോൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കയില്ല, എൻ്റെ മകനും ഭരിക്കയില്ല. പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. അവൻ തുടർന്നു, ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തനും എനിക്ക് തരിക. മിദിയാൻകാർ ഇസ്മായേല്യരായിരുന്നതിനാൽ അവർക്ക് സ്വർണകുണ്ഠലങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം വിരിച്ചു. ഓരോരുത്തനും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അതിലിട്ടു. അവന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം 1700 ഷെക്കലായിരുന്നു. മിദിയാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠാഭരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണിത്. ഗിദെയോൻ അവ കൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ച് തന്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു. ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ചു, കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. ഇത് ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നു. മിദിയാൻ ഇസ്രായേലിന് കീഴടങ്ങി. വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഗിദെയോന്റെ കാലത്ത് 40 വർഷം ദേശത്ത് ശാന്തിയുണ്ടായി. യോവാഷിന്റെ മകൻ ജെറുബ്ബാൽ മടങ്ങിവന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി. ഗിദെയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ 70 പുത്രന്മാർ ജനിച്ചു. അവന് ഷെക്കെമിലെ ഉപനാരിയിൽ ഒരു പുത്രനുണ്ടായി. അബിമെലക്ക് എന്നവന് പേരിട്ടു. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ വൃദ്ധനായി മരിച്ചു. അവനെ അബിയേസർ വംശജരുടെ ഓഫ്രായിൽ പിതാവായ യോവാഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു. ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ബാൽദേവന്മാരെ ആരാധിച്ചു. ബാൽബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ജെറുബ്ബാൽ ഗിദെയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു. അവന്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല. അധ്യായം 3. നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? നീ ആരുടെ ദാസികളും ഒത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ. മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. എന്നാൽ അവന്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത്. അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും. അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്ന് അവൾ പറഞ്ഞു. അവൾ മെതിക്കളത്തിൽ ചെന്ന് അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധാന്യക്കൂമ്പാരത്തിന്റെ അരികിൽ കിടന്നുറങ്ങി. അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പുമാറ്റി അവിടെ കിടന്നു. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിയുണർന്നു. കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. നീ ആരാണ്? അവൻ ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ റൂത്താണ് എന്നവൾ പറഞ്ഞു. അങ്ങ് എന്റെ അടുത്ത ബന്ധുവാകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. അവൻ മറുപടി പറഞ്ഞു, മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ്. യുവാക്കന്മാരെ ധനികരോ ദരിദ്രരോ ആകട്ടെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ. മകളെ, ഭയപ്പെടേണ്ട. നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം. ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്നത് വാസ്തവം തന്നെ. എന്നാൽ
എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട്. ഈ രാത്രി ഇവിടെ കഴിയുക. ഏറ്റവും അടുത്ത ബന്ധുവിന്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം. അവൻ അത് ചെയ്താൽ നന്ന്. ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിന്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കും. പ്രഭാതം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക. അവൾ അവന്റെ കാൽക്കൽ കിടന്നു. അതിരാവിലെ ആളറിയുന്നതിനു മുൻപേ അവൾ എഴുന്നേറ്റു. ബോവാസ് പറഞ്ഞു, മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത്. നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക. അവൻ 6 അളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വെച്ചുകൊടുത്തു. അവൾ നഗരത്തിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ ചോദിച്ചു, മകളെ, എന്തുണ്ടായി? അവൻ ചെയ്തതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു. അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകണ്ടെന്ന് പറഞ്ഞ് ഈ 6 അളവ് ബാർലി അവൻ എനിക്ക് തന്നു. നവോമി പറഞ്ഞു, മകളെ, കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല. ഇന്ന് തന്നെ തീരുമാനമാകും. കർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്നവർ അവിടുത്തെ ശക്തിയും മഹത്വവും പ്രവൃത്തികളും അനുസ്മരിക്കേണ്ടവരാണ്. 135 സങ്കീർത്തന കർത്താവിനോടൊപ്പം നമുക്കും അവിടുത്തെ സ്തുതിക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദാസരെ അവിടത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടത്തെ നാമം പ്രകീർത്തിക്കുവിൻ. അവിടുന്ന് കാരുണ്യവാനാണ്. കർത്താവ് യാക്കോബിനെ തനിക്കായി, ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു. കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെയും കാൾ ഉന്നതനാണെന്നും ഞാനറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ്. മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്നു കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ്.
ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചത്. അവിടന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ ഫറവോയ്ക്കും അവൻ്റെ ഭൃത്യർക്കും എതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. അവിടന്ന് അനേകം ജനതകളെ തകർക്കുകയും ശക്തരായ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു. അമോര്യ രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും സംഹരിച്ചു. അവരുടെ ദേശങ്ങൾ തൻ്റെ ഇസ്രായേൽ ജനത്തിന് അവകാശമായി അവിടന്നു നൽകി. കർത്താവേ, അങ്ങയുടെ നാമം ശാശ്വതമാണ്. കർത്താവേ, അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിനു നീതി നടത്തിക്കൊടുക്കും. തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും. ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ്. മനുഷ്യരുടെ കരവേലകൾ മാത്രം. അവയ്ക്കു വായുണ്ട്, എന്നാൽ സംസാരിക്കുന്നില്ല. അവയ്ക്കു കണ്ണുണ്ട്, എന്നാൽ കാണുന്നില്ല. അവയ്ക്കു കാതുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. അവയുടെ വായിൽ ശ്വാസമില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെയാകട്ടെ. അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. ഇസ്രായേൽ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. അഹറോന്റെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. ലേവിയുടെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ജെറൂസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ വാഴ്ത്തപ്പെടട്ടെ.